കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണാടി ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തു. 7ാം ക്ലാസ് മുതൽ കണ്ണാടി വെച്ച് 42 വയസ്സുള്ള ആള് പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇതിന്റെ സഹായമില്ലാതെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്കിപ്പോ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റുന്നുണ്ട്, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ ഈ സാക്ഷ്യം ചേർത്ത് പറയാൻ കാരണം ഇവിടെയാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തോ, നിങ്ങൾ ഇവിടെ ഒന്ന് മൂന്നാലഞ്ച് പേര് കൂടി ഇപ്പം ടിനുപത്രന്റെ ഭവനത്തിൽ സൗദി മീറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമല്ലേ, എന്തും അവിടെ സംഭവിക്കാൻ പോകുന്ന അറിയാവോ? ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. ഇതിനെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ വേണ്ടി. എങ്ങനെ ഇത് മാറ്റം സംഭവിക്കുന്ന അറിയാവോ? നിങ്ങൾ കേൾക്കുന്ന വചനം. 48 ഏജ് അല്ലേ? സിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് സിസ്റ്ററെ. സാക്ഷ്യം ഒന്ന് പറയാൻ പറ്റുമോ സിസ്റ്ററെ? സഹോദരി ഇപ്പം എനിക്ക് മെസ്സേജ് അയച്ചതിനകത്ത് സഹോദരി കൂടിയിട്ടുണ്ട്. സിസ്റ്ററെ സാക്ഷ്യം ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ പ്രായം പറഞ്ഞപ്പോൾ സിസ്റ്റർ കൂട്ടി പറഞ്ഞു, സാധാരണ ആൾക്കാർ കുറച്ചാ പറയുന്നത്. സിസ്റ്ററെ കേൾക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച സഹോദരിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന അന്തരീക്ഷം വല്ല ആണോ വീടിന്റെ അത്? എത്ര നാള് സിസ്റ്ററെ കണ്ണാടി വെക്കുമായിരുന്നു? വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ രാത്രിയില്? പറ്റുമോ? ഇവരൊന്ന് കാണിക്കായിരുന്നു നമുക്ക്. ഇനി അവിടെ രാത്രി ആയതുകൊണ്ടാണ് പലപ്പോഴും ഞാനിങ്ങനെ ആൾക്കാരെ എന്ത് ചെയ്യാത്തത്, നിർബന്ധിക്കാത്തത്. സിസ്റ്റർ ഓൺ ആക്കിയോ? ഒരു മിനിറ്റ് സിസ്റ്ററെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പറഞ്ഞോ സിസ്റ്ററെ, എത്ര നാള് സിസ്റ്റർ കണ്ണാടി വെക്കുമായിരുന്നു? ഞാൻ 7ാം ക്ലാസ്സിൽ കണ്ണാടി വെക്കാൻ തുടങ്ങി. ഷോർട്ട് സൈറ്റ് ആയിരുന്നു ബ്രദറെ. ഷോർട്ട് സൈറ്റ് ആയിരുന്നു. എനിക്ക് ബസ്സില് ദൂരെയുള്ളത് അറിയാലോ. ഷോർട്ട് സൈറ്റ് ആകുമ്പോഴത്തേക്ക് ദൂരെയുള്ളതൊന്നും കാണാൻ മസ്റ്റ് ആയിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോ ഒരു കണ്ണാടി ഇല്ലാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായി ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കണ്ണാടി എടുത്ത് മാറ്റിയിട്ട് കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അത് സൗഖ്യമായോ നോക്കാം. ഞാൻ അവിടെ പെട്ടെന്ന് എനിക്ക് ഒരു അകത്തുനിന്നൊരു ഫീല് വന്നു, എന്തോ എനിക്കൊരു വ്യത്യാസം വന്നു. ഞാൻ പെട്ടെന്ന് മേളില്, ഞാൻ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഏറ്റവും മേളിൽ പോയിട്ട് ഞാൻ അപ്പുറം റോഡിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കാണുമായിരിക്കും. ഇങ്ങനെ ഒരു 18 കിലോമീറ്റർ സറൗണ്ടിങ് ആയിട്ടൊരു വലിയൊരു ഹൈവേ ഉണ്ട്. ആ ഹൈവേയിലെ ലൈറ്റ് കാണാനായിട്ട് രാത്രി ഞങ്ങൾ എല്ലാവരും കയറാറുണ്ട്. അങ്ങനെ ഞാൻ ഈ കണ്ണാടി മാറ്റിയിട്ട് അവിടെ പോയി നിന്ന് നോക്കി. ഞാൻ എൻ്റെ അടുക്കളയിൽ വന്ന് നിന്ന് നോക്കി. എനിക്ക് ഈ കണ്ണാടി വെച്ചിട്ട് കാണുന്ന അതേപോലെ തന്നെ നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു. അതുപോലെ ഒരു 2 മിനിറ്റൊക്കെ കണ്ണാടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു പുകച്ചിലും ഒരു കണ്ണിനകത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സംഭവമേ ഇല്ല. ഞാൻ കണ്ണാടി എവിടെയാണെന്ന് വെച്ചിരിക്കുന്നതെന്ന് കൂടി എനിക്ക് അറിയാൻ വയ്യാത്തൊരിതിലാണ്. എന്റെ യേശു സിസ്റ്റർ, അതായത് സിസ്റ്റർക്ക് ഇപ്പൊ 48 വയസ്സായി. സിസ്റ്റർ 7ാം ക്ലാസ് മുതൽ കണ്ണാടി വെക്കുന്നായിരുന്നു അല്ലേ? അതെ അതെ. ഇത് കർത്താവ് ഇന്ന്, പ്രിയ മകളെ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറിയതിൽ വലിയ സന്തോഷം. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഇടപെട്ടതിന് നന്ദി. ഇപ്പൊ സിസ്റ്റർക്ക് 48 വയസ്സായില്ല. ഞാൻ 42 പറഞ്ഞപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് കമന്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ ആളുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് ജൂൺ 10 48 തുടങ്ങുവാണ്. ആമേൻ. എന്തായാലും കർത്താവ് ഇത്രയും വർഷം, അപ്പൊ ഇത്രയും വർഷം കണ്ണാടി വെച്ചുകൊണ്ട് കണ്ണിന്റെ കാഴ്ച, ഇത് സിസ്റ്ററെ ലോകപ്രകാരം നടക്കുന്ന പോലെയാണ്. ഇവരെല്ലാം നമുക്ക് പ്രാർത്ഥന ലോകപ്രകാരം നടക്കുന്ന വല്ല സാധ്യതയാണ്. ഒരു കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി 48, അതായത് ഇപ്പം 7ാം ക്ലാസ്സിൽ തുടങ്ങി ഈ വർഷം വരെ ഇത്രയും നാൾ കണ്ണാടി വെച്ചു. ലോകപ്രകാരം ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് പോലും ചെയ്ത് കാണത്തില്ല അല്ലേ? അന്നത്തെ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. ആമേൻ. കർത്താവേ, ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ബ്രദർ, എനിക്ക് ഭയങ്കര ഒരു അകത്തൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ബ്രദർ പലരിടത്തും ഇങ്ങനെ കണ്ണാടി മാറ്റിയിട്ട് പ്രാർത്ഥിക്കാം, അപ്പൊ അവര് കണ്ണിന് നല്ല ഇത് കെട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു വേദന പോലെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലല്ലോ. ആമേൻ. എന്തായാലും കർത്താവ് ഇന്ന് സിസ്റ്ററുടെ സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അത് മാത്രമല്ല, ഇന്ന് സൗദിയില് ഇന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾക്കും ഒക്കെ അത് കേൾക്കാൻ പറ്റി. അത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങള് നമ്മുടെ ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ അതെ അതെ. ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കാനും, പ്രത്യേകിച്ച് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വചനത്തെ ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ കർത്താവ് അത് സാക്ഷ്യമാക്കിയല്ലോ. കർത്താവിന്റെ വലിയ കൃപ കർത്താവ് ഇനി അനേകർക്ക് അനുഗ്രഹമാക്കട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞ വചനം പോലെ ഇപ്പൊ ഇത് നോക്കി, മാനുഷികമായിട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് നടക്കത്തില്ല അല്ലെ? ഒരു വ്യക്തിയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്താൽ പോലും, കഴിഞ്ഞ ദിവസം സൗകര്യം പറഞ്ഞു, തിമിരത്തിന് 4 വർഷം മുമ്പ് ഡോക്ടർ സർജറി പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. അത് സർജറി പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ശരിക്കും പറഞ്ഞ മണ്ടത്തരമല്ലേ? എന്തിനാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? വല്ലതും നടക്കുവോ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ അകത്ത് ഈ ദൈവരാജ്യത്തിന്റെ ഒരു ലാംഗ്വേജ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പോലും പറയാം. ചില ആൾക്കാർ ഇതെല്ലാം തട്ടിപ്പാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഴിവല്ലോ സാക്ഷിയൊക്കെ പറയേണ്ട ഒരു വീഡിയോ ഓണാക്കിയൊക്കെ പറയുവാണെങ്കിൽ കാര്യം ആൾക്കാർക്ക് ഇനി വിശ്വാസം വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൾക്കാർക്ക് ദൈവമാണ് വിശ്വാസം കൊടുക്കുന്നത്. ഇത് ലോകം അറിയണം. ബൈബിളിന്റെ ലോജിക്ക് അന്വേഷിച്ച് പോകരുത്. കാരണം ഇത് നമ്മുടെ ലോകത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പ്രിന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, സൗദിക്കകത്തൊരു കൾച്ചറുണ്ട്. സൗദിയിലെ കൾച്ചറല്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ രണ്ട് രാജ്യങ്ങളാകുന്നത് പോലെ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തെയാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അതിനാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. അപ്പൊ നമുക്കറിയത്തില്ല, നമ്മൾ പോലും അറിയാത്ത ലൈഫിൽ നമ്മളറിയാത്ത ബ്ലോക്കുകളുണ്ട്, തടസ്സങ്ങളുണ്ട്. ഈ തടസ്സം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത്. അവിടെയാണ് ദൈവവചനം നമ്മളെ സഹായിക്കുന്നത്. എന്താണ് ഈ ദൈവവചനം എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അല്പനേരം അന്യഭാഷ എന്നുള്ളത് പുതുമയായിട്ട് തോന്നണ്ട, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു ലാംഗ്വേജ് ആണ്. ഞാനിപ്പം എന്താ പറയുക, മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് ഞാൻ മലയാളം പറഞ്ഞാൽ അവിടെയുള്ള അറബികളായിട്ടുള്ള സഹോദരങ്ങൾ എന്നെ എന്ത് ചെയ്യും? അവിടുത്തെ ആൾക്കാർ എന്നെ കളിയാക്കുമല്ലേ, ഇത് എവിടുന്ന് വന്ന ആളാന്ന് ചോദിക്കും. അതിന്റെ കാരണം അവർക്ക് ആ ലാംഗ്വേജ് അറിയത്തില്ല. ഇതേപോലെ സ്വർഗീയമായ ഭാഷകളുണ്ട്. ആ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാത്തൊരു മേഖലയിൽ നമുക്ക് കയറിപ്പോകുവാനും നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യത്തെ അനുഭവിക്കുവാനും നമ്മൾ അറിയാത്ത രീതിയിലെ ബ്ലോക്കുകൾ മാറിപ്പോകുന്നത് കാണാനും പറ്റും. നന്ദി യേശുവേ. ഇപ്പൊ നിങ്ങൾ കേട്ടോണം, ആ വചനം പറഞ്ഞതുപോലെ കർത്താവ് എന്ത് ചെയ്തു? ആൻഡ് ഹി ക്യാരീഡ് അവർ സോറോസ്. നമ്മുടെ സകലതും യേശു അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയണം. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടായി വരും. ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായെന്നിരിക്കും. ബൈ ഫെയ്ത്ത് എന്നുള്ളത്, ഫെയ്ത്ത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇവിടെ വന്നതല്ല. ചിലപ്പോൾ ടിനുബദർ പറഞ്ഞു ഒരു പ്രയർ ഉണ്ട് നമുക്ക് കൂടാ എന്ന് പറഞ്ഞ് നിങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വേറെ സ്ഥലത്ത് പോകാനിരുന്നതാണ്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നിരുന്നതാണ്. പക്ഷെ ഞാൻ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. നമ്മളെല്ലാം കൂട്ടിക്കൊണ്ട് ഇതിനകത്ത് ഇരുത്തുവാനും ഒക്കെ ദൈവത്തിനൊരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഇന്ന് പ്രിയ സഹോദരി പറഞ്ഞതുപോലെ ഒന്ന് റെഡി ആയിക്ക്. കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, വലിയ നന്മ അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ലൈവിലുള്ളവരൊക്കെ ഒന്ന് കഴിവത് ഈ സമയത്ത് നിങ്ങളിപ്പം മ്യൂട്ട് മാറ്റണ്ട, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോണം. ഇപ്പം നമ്മൾ ആദ്യം സൗദിയിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രയർ സ്റ്റേഷനാണത്. ഞാൻ അവർക്ക് വേണ്ടി ആദ്യം ഒന്ന് പ്രാർത്ഥിക്കുക. അതിനിടയിൽ നിങ്ങൾക്കും ദൈവത്തിന്റെ ആലോചന വന്നാൽ അതിന് ശേഷം ഒന്ന് നിങ്ങൾ പറഞ്ഞാലും മതി. കാര്യം നമ്മളെല്ലാം ഒരു കർത്താവ് ഒരു ഒറ്റക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നല്ലോ. നന്ദി യേശുവേ. ലോകത്തിന്റെ പല കോണിലിരുന്നുകൊണ്ട് ഈ സൂമിലൂടെ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരു കൃപ തന്നല്ലോ. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ സൗദിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഉള്ളത്തിലൊരു നീതു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഉള്ളത്തിലൊരു പ്രേരണ വരിക. ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നീതുവിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ, നീതുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അതായത് നീതു എന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അടയാളമായിട്ട് കർത്താവിനെ കാണിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുവാണ്. നീതുവുമായി കണക്ട് ചെയ്ത് കർത്താവ് ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, നിങ്ങൾ അവിടെ നിന്ന് ഉള്ള കൈവെക്കുന്ന സിസ്റ്റർ പറയാൻ വേണ്ടിയാണോ? ടിനുബദറെ കേൾക്കാൻ പറ്റുന്നില്ല. ചേച്ചിയായിരുന്നു. നാട്ടിലാണോ? യു കെയിലാ നീതു എന്നുള്ളത്. എൻ്റെ ഉള്ളത് നീതുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. സിസ്റ്ററെ, ചേച്ചിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ടിനുബദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടില്ല. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയും നീതുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു നിയോഗം തരുവാണേ. ഉള്ളത്തിൽ കർത്താവ് പറയും അവിടെ നിന്നൊരു ദുഃഖവാർത്ത കേൾക്കുമെന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഈവിൾ പ്ലാൻ ഇപ്പൊ ബ്രേക്ക് ആയിട്ട് പോവാ. അങ്ങനെ തന്നെ പറയാൻ എൻ്റെ ഉള്ളത്തിൽ ഈവിൾ പ്ലാനുകൾ ബ്രേക്ക് ആവുക.
അവിടുന്ന് ഒരു പെട്ടെന്നൊരു ഷോക്ക് ആവുന്ന ഒരു ന്യൂസ്, ഇത് വരത്തില്ല കേട്ടോ. ദൈവാത്മാവ് അത് നേരത്തെ വെളിപ്പെടുത്തി. അത് ഞാൻ അതോടെ ചോദിച്ചത്, സിസ്റ്റർ ഞാനത് അറിയാൻ വല്ലോ വഴിയുണ്ടോയെന്നും ടിനു ബ്രദറിനോട് അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കാൻ കാരണം, നമുക്കിപ്പോൾ ഒരു വിശ്വാസത്തിൽ ഉറപ്പ് ദൈവം തരുക. അവിടുന്ന് ഇനി ആ ഒരു ദോഷമായ വാർത്ത കേൾക്കത്തില്ല. അതാണ് പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇവിടെ വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നീതു എന്ന് പറഞ്ഞ സഹോദരി ഞങ്ങൾക്ക് വ്യക്തിപരമായി അറിയത്തില്ല, പരിശുദ്ധാത്മാവ് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങൾ ആ മകളെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുവാണപ്പാ. എൻ്റെ യേശുവേ, ദൈവത്തിന്റെ വലിയ അത്ഭുതം ഇന്ന് ഇവിടെ കാണും. ഈ മകളെയും ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടല്ലോ അപ്പ, അവരുമായി കൂട്ടി ഒരുമിച്ച് ഒരു സ്ഥലത്താക്കി വെക്കുവാൻ, അത് സംഭവിക്കുവാനും കർത്താവെ അങ്ങ് ഇടയാക്കണം അപ്പ. തമ്മിൽ കാണുവോളം ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും വരാതെ സ്വർഗം സൂക്ഷിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. കേരളത്തിൽ അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുവാന്ന് പറഞ്ഞു. ജൂൺ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ വലിയൊരു സ്പർശനം വെളിപ്പെടുക. അതേപോലെ കർത്താവിന്റെ വലിയ പ്രവർത്തിക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി ബ്രദറെ, ഞാൻ പറഞ്ഞു. ജൂൺ 10-ാം തീയതി ആയിരുന്നു. എന്റെ സിസ്റ്റർ ഇപ്പൊ ബർത്ത്ഡേ ജൂൺ 10-ാം തീയതി. ജൂൺ 10. നന്ദി കർത്താവ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ ഒരു മിനിറ്റ്, നിങ്ങൾ ലൈവിലുള്ളവർക്ക് ഒരുമിച്ച് പറയല്ലേ, ഒരു സെക്കൻഡ് ഇപ്പൊ നിങ്ങൾ പറയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. കർത്താവെ, ഞാൻ അവർക്ക് തന്നെ സൗദിയിൽ നമുക്ക് അവിടെ കൂടിയിരിക്കുന്നവർക്ക് ആദ്യം അവരോട് ചോദിച്ചതിന് ശേഷം നിങ്ങളോട്ടത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. കർത്താവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ഇന്ന് ഇതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്നവരിൽ ആർക്കെങ്കിലും രോഗികളായിട്ടോ ശരീരത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും വേദനയാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്താവോ. സൗദിയിലാണെങ്കിൽ വേദനയാലോ രോഗത്താലോ ശാരീരികമായ അസ്വസ്ഥതയാലോ ഭാരപ്പെടുന്ന ആരുമില്ല? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. കുഴപ്പമില്ല, കൈ ഉയർത്തിയില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനി ഒന്ന് കണ്ണടച്ച് എന്നിട്ട് ഈ വാക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാണ്. ഹി ക്യാരീഡ് അവർ സോറോസ്, ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ എം ഹീൽഡ്. യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യമാണ്. ഇന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത്ഭുതം. എൻ്റെ സിസ്റ്റർ, ഇപ്പം നീതു സിസ്റ്റർ എന്ന് പറഞ്ഞ സഹോദരി, ലെഫ്റ്റിലിരിക്കുന്ന സഹോദരി, നമ്മുടെ ഒന്ന് കൈവെക്കാവോ? റൈറ്റിലിരിക്കുന്ന അല്ലേ, റൈറ്റിലിരിക്കുന്ന ഒന്ന് കൈവെക്കാവോ? സിസ്റ്റർ ആദ്യമായിട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്ന പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളതാ, 2ാം പ്രാവശ്യമാണ്. എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ട്. കർത്താവ് എന്നോട് ഉള്ളത്തിൽ പറയുക, അനേകരെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തിൽ നേടുവാൻ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഞാൻ കാണുന്ന ഒരു കാഴ്ച, കരയുന്ന ഒരു മുഖം കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആഗ്രഹിച്ച പല കാര്യങ്ങളും പലപ്പോഴും കൺമുമ്പിൽ വന്നിട്ടും ഈ തട്ടിത്തെറിപ്പിച്ചു പോകുന്ന ചില അനുഭവങ്ങൾ, അതായത് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ട് അത് അനുഭവിക്കേണ്ട സമയമായപ്പം തട്ടിത്തെറിപ്പിച്ചേക്ക് പോകുന്ന ചില അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, 3 പ്രാവശ്യം ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കാര്യം കാണുവാണ്. 3 പ്രാവശ്യം കരയേണ്ട ചില അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ മറ്റൊരു വ്യക്തിയുടെ തുറന്നു പറയാൻ പോലും കഴിയാത്ത ഒരു ചില കാര്യങ്ങളാണ്. എന്നാൽ ദൈവം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ വാക്ക് പറയുകയാണ്, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദൈവം മാനിക്കും. എവിടെയാണോ ഒത്തിരി ആ മുറിവേറ്റത് അവിടെ തന്നെ ദൈവം ഒരു മാന്യത തരും. ചില വ്യക്തികളുടെ മുമ്പിൽ തന്നെ ദൈവം ഒരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുപ്പ. പ്രിയമകളെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, അങ്ങ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ്. എന്നുള്ളത് കർത്താവ് ഒരു ജെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹൃദയത്തിൻ്റെ അകത്തൊരു നിയോഗം തരും. ജെറിൻ, ഞങ്ങൾ ജെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപ ആ മകൻ്റെ മേൽ ചൊരിയട്ടെ. ആ മകൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. ഇന്ന് കർത്താവെ, ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവെ, നന്ദി പരിശുദ്ധാത്മാവെ. അങ്ങയുടെ വലിയ വീര്യപ്രവൃത്തികൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ ലൈഫ്, ഇപ്പം നിങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്തല്ല ഇരിക്കുന്നത്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്.
പരിശുദ്ധാത്മാവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദൈവമേ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ കൃപ ഇന്ന് വെളിപ്പെടുന്നല്ലോ. ദൈവത്തിന്റെ വലിയ സമാധാനം ഉണ്ടാകട്ടെ അപ്പ. ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകളെല്ലാം ലൈവിലും എൻ്റെ കൂടെ കൂട്ടിക്കുന്ന എല്ലാ സ്വന്തം ശരീരത്തിലോട്ടൊന്ന് കൈവെക്കാവോ? കർത്താവായ യേശുവേ, ഇന്ന് എനിക്ക് ആ രോഗത്തിൽ നിന്നും ഇന്ന് സൗഖ്യം ഇങ്ങനെ പറ, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചു, എടുത്തു എന്ന് പറ. എൻ്റെ രോഗത്തെ യേശു എടുത്തു. നാച്ചുറലി നമ്മളിപ്പം നോക്കുന്ന ജീവിക്കുന്ന ഇപ്പോഴത്തെ ലോകത്തിൽ അത് അസാധ്യമാണ്. ഒരിക്കലും ഒരു രോഗിയുടെ രോഗത്തെ എടുക്കാൻ പറ്റത്തില്ല, എടുത്തോണ്ട് പോകാം. പക്ഷെ യേശു പറയുന്നു എടുക്കും. അങ്ങനെ ഞാനത് വിശ്വസിക്കുകയാണ്. ബൈ ഫെയ്ത്തിൽ വിശ്വാസത്താൽ ഞാനത് അറിയുന്നു, വിശ്വാസത്താൽ ഞാൻ അറിയുന്നു, ബൈ ഫെയ്ത്തിൽ ഞാനത് അറിയുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ രോഗം യേശു എടുത്തത്. അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ്, അങ്ങനെ തന്നെ പറ, യേശു എൻ്റെ രോഗം എടുത്തതാ, യേശു എൻ്റെ രോഗം എടുത്തതാ. ഈ നിങ്ങളെ ഇപ്പം ഈ സൗദി മീറ്റിങ്ങിൻ്റെ അകത്തിരിക്കുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഏപ്രിൽ മാസവുമായിട്ട് കണക്ഷനുള്ള വ്യക്തിയുണ്ടോ? ഏപ്രിൽ മാസം ഇല്ലെങ്കിൽ ഞാൻ ലൈവിലോട്ടൊന്ന് പോകാൻ വേണ്ടിയാണ്. ഏപ്രിൽ മാസവുമായിട്ട് ബന്ധമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവെക്കാൻ പറ്റുവാണെങ്കിൽ കൈവെക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ടിനുവേറെ പറഞ്ഞാൽ മതി. ഏപ്രിൽ മാസം ഞാൻ അതിനുവേണ്ടി അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ ബാക്കി പറയേണ്ട അത് ഞാൻ ചോദിച്ചിട്ടൊന്ന് വരാൻ വേണ്ടിയായിരുന്നു. ഞാനിത് ഏപ്രിൽ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ഈ പറഞ്ഞ മാസം പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു ഭവനത്തെ കർത്താവ് ഇങ്ങനെ കണക്ട് ചെയ്യുക. കർത്താവ് എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു വാക്ക് പറയുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് രാജേഷ് എന്നൊരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ലോർഡ് ജീസസ്, ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ലൈവിൽ കേൾക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസവുമായിട്ടൊരു ആ മാസം എന്നെ എടുത്തു കാണിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് രാജേഷ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഇന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു നിയോഗം തരുന്നു. നന്ദി യേശുവേ. ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്യുന്നപ്പ. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോണേ. എന്ന വ്യക്തിക്ക് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ ഇടയാക്കാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഇന്നവരുടെ വരുമാന മാർഗങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്കുള്ളതിനെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്തു വെച്ചോണേ യേശുവിൻ്റെ നാമത്തിൽ. അല്പനേരം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. കർത്താവെ, ഞങ്ങൾ ആ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. സൗദി അറേബ്യയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ മക്കൾ അവിടെ ഉള്ളോടത്തോളം കാലം എൻ്റെ യേശുവെ അനേകര് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് അവരെ ഉപയോഗിക്കുമല്ലോ. അവരുടെ അതിരുകൾ വിസ്താരമാകട്ടെ. ഇന്ന് അവർ ജോലിക്കാകട്ടെ വന്നെങ്കിൽ ആ ജോലി സ്ഥലത്ത് എത്ര രീതിയിൽ എന്തൊക്കെ വെല്ലുവിളിയുണ്ടോ അതെല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. എല്ലാ വെല്ലുവിളികളും മാറിപ്പോട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ. അപ്പൊ അവർ പുഷ്ടി പ്രാപിക്കട്ടെ. ലഭിക്കുന്ന നന്മകൾ അനുഭവിക്കുക മാത്രമല്ല, അപ്പൊ അവരുടെ കുടുംബ ജീവിതത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ, പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൃപ അവിടെ പെരുകുന്നല്ലോ, കൃപ അവിടെ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ യേശുവേ, ഇപ്പോൾ തന്നെ വലിയൊരു ദൈവിക സമാധാനം അവർ ഉള്ളത്തിൽ പൊതിയട്ടെ. അപ്പ അവരുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവേ അങ്ങയുടെ സമാധാനം വാഴട്ടെ, അങ്ങയുടെ സമാധാനം വാഴട്ടെ, അങ്ങയുടെ സമാധാനം വാഴട്ടെ. കർത്താവ് സകല സ്വസ്ഥത എന്ന് കേട്ട വചനം പോലെ യേശു അത് വഹിച്ചതാണ്. കർത്താവ് അത് എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞ് യേശു എൻ്റെ സകല വേദനകളും വഹിച്ചതാണ്. കർത്താവ് എൻ്റെ സകല ബലഹീനതകളും വഹിച്ചതാണ്. കർത്താവ് എൻ്റെ സകല രോഗങ്ങളും വഹിച്ചതാണ്. കർത്താവ് എൻ്റെ സകല തകർച്ചകളും, ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ യേശു അത് ക്യാരി ചെയ്തു. കർത്താവ് അത് വഹിച്ചു. യേശു അത് എടുത്തു. ഞാനത് ചുമക്കത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞു, യേശു വഹിച്ചതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല, യേശു വഹിച്ചതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. അങ്ങനെ തന്നെ പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ തുറന്നു വരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ നാച്ചുറൽ ലൈഫ് അല്ല, ഇത് സൂപ്പർ നാച്ചുറൽ കർത്താവിലുള്ള ജീവിതമാണ്. നിങ്ങളിത് പറയുമ്പോൾ ഇത് റിലീസാകുകയാണ്. പറഞ്ഞ യേശു അത് വഹിച്ചതുകൊണ്ട് എൻ്റെ വേദനകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ഞെരുക്കങ്ങൾ, എൻ്റെ കടഭാരങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എനിക്ക് സമാധാനമില്ലാത്ത
അതിനകത്തുള്ള എൻ്റെ പ്രശ്നങ്ങളെല്ലാം യേശു വഹിച്ചു, യേശു ചുമന്നു. കർത്താവിൻ്റെ വചനം പറഞ്ഞതുപോലെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തു. ഞാൻ കർത്താവിൽ ഇന്ന് സമാധാനമാണ്. ഇന്ന് ഞാൻ ഫ്രീ ആകുകയാണ്. രോഗമുള്ളവര് രോഗമുള്ള ഭാഗത്ത് കൈയെടുത്തു വെക്കാവോ? ഇന്ന് ഇപ്പോൾ തന്നെ രോഗത്തിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുകയാണ്. ആ വേദനകൾക്കകത്തുനിന്ന് മോചനം ഉണ്ടാകുകയാണ്. ഒന്ന് കൈയെടുത്ത് വെച്ച്, യേശുവേ, അവരുടെ രക്തത്തിൻ്റെ അകത്ത്, അവരുടെ അസ്ഥിക്കകത്ത്, അവരുടെ ഞരമ്പുകൾക്കകത്ത്, അവരുടെ മാംസത്തിൻ്റെ അകത്ത്, അവരുടെ ലൈഫിൻ്റെ എവിടെയാണോ ഹൃദയത്തിൻ്റെ അകത്ത് നുറുങ്ങിയ അവസ്ഥയാണോ, സമാധാനം നിറയട്ടെ. ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് ശരീരത്തിൻ്റെ മേൽ നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സമാധാനം നിറയട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നിറയട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ നിമിഷം തന്നെ കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവേ, അങ്ങയുടെ ജീവിത കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ ശരീരത്തെ തൊടുന്ന രീതിയിൽ, ഇന്ന് അനുഭവിക്കുന്ന രീതിയിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുകയാണ്. ഒരു ഹീലിംഗ് പവർ നിങ്ങളിലേക്ക് മൂവ് ചെയ്യുകയാണ്. കർത്താവിനുള്ള വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. കൈ മാറ്റരുതേ, കൈ മാറ്റരുതേ, കൈവച്ചുകൊണ്ട് തന്നെ പറ. കണ്ണുകളുടെ കാഴ്ചകൾ വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു, ശരീരത്തിൻ്റെ അകത്തെ പെയിനുകൾ ഇപ്പോൾ മാറിപ്പോകുന്നു, രോഗങ്ങൾ വിട്ടുമാറുന്ന കാര്യം വചനം വ്യക്തമായി പറയുന്നു. യേശു അത് ചുമന്നു, യേശു അത് ചുമന്നു. ഞങ്ങൾ കർത്താവ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. യേശുവേ, അത് കൈ പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്ന ഒരു കൈ മാറ്റണ്ട, കൽപ്പിച്ചുകൊണ്ടിരുന്നോണേ. എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു, ഞാൻ അനുഭവിക്കത്തില്ല. എൻ്റെ യേശു എൻ്റെ വേദന വഹിച്ചു, ഞാൻ അനുഭവിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അല്പനേരം നമ്മൾ സ്വർഗീയ ഭാഷയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വളരട്ടെ, തഴച്ചു വളരട്ടെ, തഴച്ചു വളരട്ടെ. അവരായിരിക്കുന്ന രാജ്യത്ത് കർത്താവ് അസൂയ തോന്നുമാറ് വളരട്ടെ. അനേകർക്ക് അവരെ നോക്കുന്നു, അസൂയ തോന്നുമാറ് അവർ വളരട്ടെ. അവർ എല്ലാ മേഖലയിലും കർത്താവ് ആത്മീയമായും ഭൗതികമായും വളരട്ടെ. എല്ലാ മേഖലയിലും പിടിച്ചടക്കുന്നവരായി തീരട്ടെ. അനേകരെ സൗഖ്യമാക്കുന്നവരായി മാറട്ടെ. അനേക ഭൂതങ്ങളെ പുറത്താക്കുന്നവരായി തീരട്ടെ. അനേക തകർന്ന ഭവനങ്ങളെ രക്ഷിക്കുന്നവരായി തീരട്ടെ. യേശു ഞങ്ങളെ വിളിച്ചത് കർത്താവേ, ഞങ്ങളുടെ ശക്തി ലോകത്തിൽ വെളിപ്പെടുത്താനാണല്ലോ അപ്പ. യേശുവേ, ഇതൊരു മതമല്ല, ഇതൊരു രാജ്യമാണല്ലോ കർത്താവേ, ദൈവരാജ്യമാണല്ലോ അപ്പ. തകർന്നവരെ വിടിവിക്കുന്ന, നുറുങ്ങിയവരെ സ്നേഹിക്കുന്ന, മുറിവ് പറ്റിയവരെ സൗഖ്യമാക്കുന്ന, രോഗികളെ വിടുവിക്കുന്ന യേശുവേ, അങ്ങയുടെ സമാധാനത്തിന്റെ രാജ്യം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ചേർക്കുവാണല്ലോ. അഭിഷേകത്തിന്റെ അഗ്നി ശരീരത്തിന്റെ മേൽ കത്തട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ടെ. അത്ഭുത രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോർഡ് ജീസസ്, Lord Jesus, in the name of Jesus, healing power is moving. Healing power is moving in the name of Jesus Christ. Lord Jesus, Lord Jesus, ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്ന കർത്താവേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല, ഒരു ദോഷവും വരുന്നില്ല. ക്രിസ്തുവേശുവിൽ ഞങ്ങൾക്ക് പരിപൂർണ ജയമാണപ്പ. റമന ശൽഖന റിഖമനസി. അല്പനേരം അന്യഭാഷയിൽ സ്വർഗീയ ഭാഷയിൽ പ്രാർത്ഥിച്ചേട്ടെ. സ്വർഗീയ ഭാഷ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ച് ഈ ഭാഷയിൽ. നിങ്ങൾ അറേബ്യൻ രാജ്യത്ത് വന്ന് മലയാളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? മലയാളം പറഞ്ഞാൽ നിങ്ങളുടെ ജോലി അവിടെ ഒന്നും നടക്കത്തില്ല. ജോലികൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വഴി അവിടെ ഉണ്ടാകത്തില്ല. നിങ്ങൾ അതിനുവേണ്ടി അറബി പഠിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലേ? ഇതേപോലെ സ്വർഗീയ ഭാഷയുണ്ട്, അതാണ് അന്യഭാഷ. ഒന്ന് പറയാൻ പറ്റും. അന്യഭാഷ പ്രാപിച്ചവര് അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവേ, ലൈവിലുള്ളവർ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവേ, റാസെൻറ്റെരിമന ശംധല റീഖാമന സൊക്കോറിയ റാമേനിയ റഠേരിയ റബേരിയ റമേനിയ ശംധല റീഖാമ സോഖ റമേനിയാന്തിരി. യേശുവിന്റെ അത്ഭുതങ്ങളുടെ കലവറകൾ തുറന്നു വരട്ടെ, അസാധാരണമായ ദൈവപ്രവൃത്തി തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റാഖാറാബ ശമനഘടതല വനഘടതിരിക്കമന ശമനഘടതിരിക്കമന. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പ. അത്ഭുതങ്ങൾ തുറന്നു
അങ്ങ് പറയട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ റമാൻഡൈരിയമ സൈക്കന റാഠീരിക ബറബല ബറമ ശമനഘടതിരിക മനസ്സകേരിയാന്തിരി ഘടതർക്കിമനിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് പവർ, ഡെലിവറൻസ് പവർ in the name of Jesus. The power of the Holy Spirit is moving in the name of Jesus. Oh Lord Jesus Christ, we believe the mighty presence in the name of Jesus Christ. റംശേരിയ ലഖേരിയ ടിരിമ. കർത്താവേ, ഹോളുകളുടെ അന്തരീക്ഷം മാറട്ടെ, ഭവനങ്ങളുടെ അന്തരീക്ഷം മാറട്ടെ, അവരുടെ ചുറ്റുവട്ടത്തിന്റെ അകത്തൊരു അഭിഷേകത്തിന്റെ നുഖമുണ്ടായി വരട്ടെ. റമന ലഖന റിയാന്തിരി. ശരീരത്തിന്റെ മേൽ കാണുന്ന രീതിയിൽ, അനുഭവിക്കുന്ന രീതിയിൽ ആ വേദനകൾ വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ, രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ വലിയ സമാധാനം ഇന്ന് അവരിൽ വാഴട്ടെ. Jesus Christ, Jesus Christ. The healing power is moving in the name of Jesus. Healing power is moving. Healing power is moving in the name of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ഒരു ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുക. ആ ബാബുവിന്റെ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാ. ജനുവരി മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് നിന്ന് സ്പർശിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ വ്യക്തിയും കുടുംബവും കർത്താവിന്റെ നാമത്തിൽ സമാധാനമുള്ള വ്യക്തിയായി തീരട്ടെ അപ്പ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്യുന്നപ്പ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. അത്ഭുതകരമായ മാറ്റത്തിനായി നന്ദി പറയുന്നപ്പ. അവരുടെ ജീവിതം ഒരു അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതകരമായ സാക്ഷ്യമായിട്ട് മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാവോ? ആമേൻ. ദൈവം നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സൂമിലോ മറ്റെവിടെയെങ്കിലും ഇപ്പം ചെക്ക് ചെയ്താൽ അറിയാൻ ഭാഗത്തിൽ ഒരു സൗഖ്യം ഉണ്ടായവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇപ്പം നിങ്ങൾക്ക് തൊട്ടാലോ അല്ലെങ്കിൽ എങ്ങനെയും ഒക്കെ അറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ വേദനയ്ക്കകത്തോ രോഗത്തിന്റെ അകത്തോ ടെസ്റ്റ് ചെയ്യാതെ തന്നെ കയ്യോ കാലോ ഒക്കെ ടെസ്റ്റ് ചെയ്താൽ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയാൽ ആ വേദന മാറി എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പറയാം. ഇല്ല, അത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചില നിമിഷങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നവരിനകത്തുണ്ടോ? ബോഡിയിൽ ചെക്ക് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ റിസൾട്ടിന്റെ അകത്ത് കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടും. കാര്യം നമ്മളിന്ന് കേട്ട വചനം യേശു അത് ചുമന്നു എന്നാണ്, യേശു അത് വഹിച്ചു എന്നാണ്, കർത്താവ് അത് നമുക്ക് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി ഇതിന്റെ അകത്ത്? ഇതിലിപ്പം സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ കൈ പൊക്കിയത് സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ? വീണ സിസ്റ്റർ പറഞ്ഞു. സിസ്റ്റർ അച്ഛൻ്റെ അനിയനാ? നന്ദി കർത്താവ്. അവര് അവിടെ തന്നെയാണ്, കോട്ടയത്ത് തന്നെയാ. കർത്താവ് ഇന്ന് തൊടുവാകട്ടെ. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ ഭവനത്തിന്റെ അകത്ത് സിസ്റ്ററിലുള്ള ഒരു സാക്ഷ്യം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ചിലതിനെ സ്വാധീനിക്കും. ചില സാക്ഷ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അങ്ങനത്തെ ഒരു സ്വാധീനിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാക്ഷ്യം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പൊ നമ്മൾ പറയണം എൻ്റെ രോഗം മാറി എന്ന് പറയുമ്പം നല്ലതാണ്, മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യലും നമ്മളിൽ ഉണ്ടാകുന്ന, അതാണ് ഇങ്ങനെ വാക്കിനുള്ളതിലേക്ക് പറയും, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോവാ. അത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് എന്ന ഭവനത്തിൽ തുറക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ടാണ് ജനുവരി എന്നുള്ള മാസം എടുത്ത് കാണിച്ചത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവിൽ ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? കേട്ടില്ല. ജൂൺ മാസം മോളുടെ ആയിരുന്നു. മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ കേട്ടോ. മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അത് ഞാൻ ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അങ്ങനെ ഒരു വ്യക്തി ഞാൻ മീറ്റ് ചെയ്ത് എനിക്ക് ഓൾറെഡി അറിയുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ
ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റിയോ? അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ദൈവം കർത്താവ് തന്നു. ഓ എന്റെ യേശുവേ കർത്താവ്, തിരുപതി അവിടുത്തെ വീഡിയോ ഓഫായി പോയല്ലോ കർത്താവ്. ആ നിയോഗം സിസ്റ്റർ, അത് നിയോഗം സിസ്റ്റർ ഏറ്റെടുത്തതുപോലെ പറഞ്ഞതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചതെങ്കിലും കർത്താവിന്റെ ഒരു പ്രീ പ്ലാൻ ആയിരുന്നു അല്ലെ. മുന്നമേ കർത്താവ് അത് വെളിപ്പെടുത്തിയതായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ കർത്താവ് അത് ഇടപെട്ടല്ലോ. ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ലൈവിലുണ്ടോ? ആ ബ്രദറെ, എന്റെ മോളും ജൂണിൽ ജനിച്ചതാ. അത് ഏറ്റെടുത്തോ സിസ്റ്ററെ. ഒരേ ആലോചന വരുന്നവര് ഒരേപോലെ ഏറ്റെടുത്തോണേ. കർത്താവിന്റെ ഞാനും ജൂണിൽ ജനിച്ചതാ. ആ ആലോചന സിസ്റ്ററെ ആദ്യം വെളിപ്പെട്ട ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരും സ്വീകരിച്ചോണേ. കർത്താവിന്റെ സാക്ഷ്യമാക്കി ദൈവം നമ്മളെ ഓരോരുത്തരെയും മാറ്റും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യും. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളാൽ കർത്താവ് നിറയ്ക്കും. അപ്പം സൗദിയിൽ നമ്മൾ വന്ന് പ്രാർത്ഥന വെക്കുന്നത് സൗദിയിലൊരു എന്താ പറയുന്നത് കുറെ പേരെ കൂട്ടി നമുക്ക് പിന്നെയും കൂണുപോലെ കുറെ ചർച്ചുകൾ നിർമ്മിക്കാൻ വേണ്ടിയല്ല. ദൈവ നിയോഗത്താൽ ആ ദേശത്തിന്റെ അകത്ത് കർത്താവ് ഈ വരുന്ന സമയങ്ങളിൽ ഭയങ്കരമായ കർത്താവിന്റെ ഒരു പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ നിയോഗം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ തുടങ്ങും. ദൈവസേനയിൽ ഇരിക്കുമ്പോൾ നമ്മളെ ദൈവം നിറയ്ക്കാൻ തുടങ്ങും. നിറവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. വരും ദിവസങ്ങളിൽ നമുക്ക് അന്യഭാഷ തന്നെ പ്രാർത്ഥിക്കുവാൻ തന്നെ സൗദി മീറ്റിങ്ങിന്റെ അകത്ത് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുമ്പോൾ നമുക്ക് ഇപ്പൊ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ സമയം അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ ക്രമീകരിച്ചിരിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. അപ്പൊ ഗോഡ് ബ്ലെസ് യു പ്രിയരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും അടുത്ത അവസരത്തിൽ കൂടാം. ജോലി കഴിഞ്ഞ് നിങ്ങൾ വളരെ ക്ഷീണിച്ചാണ് എനിക്കറിയാൻ വന്നിരിക്കുന്നത്. മറ്റ് ഇന്ത്യയിലും മറ്റ് രാജ്യത്തുമൊക്കെ ഉറക്കളച്ച് കയറിയവരുണ്ട് ലൈവില്. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവം നൽകിയ വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ടിനുബദറിന്റെ ഭവനത്തിൽ ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഭവനങ്ങളിൽ കൂടുക. നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ആ കുടുംബത്തെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം. കർത്താവ് ടിനുബദറിനെയും പ്രിയ സിസ്റ്റർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഭവനം കർത്താവിന് വേണ്ടി തുറന്നല്ലോ. അപ്പ വചനത്തിൽ പറഞ്ഞതുപോലെ പത്രോസ് ലീഹ തന്റെ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. കർത്താവ് തിരിച്ച പടകിനെ നിറച്ചു വല കീറുമാർ നന്മ കൊടുത്തതുപോലെ കർത്താവ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഭവനം തുറക്കുന്നത് അനേകരെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാതിൽ അവർ തുറന്നപ്പ ആ ഭവനത്തിൽ അവർ വരുമ്പോൾ ആ കുടുംബത്തിൽ ആരോഗ്യവും സൗഖ്യവും ബലവും നന്മകളും ഉണ്ടായി വരട്ടെ. ഇന്നു മുതൽ ദൂതന്മാര് കർത്താവെ അസാധാരണമായൊരു സാന്നിധ്യക്കാൽ നിറഞ്ഞു കയറി വരുന്ന ഒരു ഭവനമായി തീരട്ടെ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വന്ന ഓരോ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നപ്പ കഴിവതും നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് വരണേ. രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട് വരണേ. തീർച്ചയായിട്ടും അവരുടെ മേൽ വലിയ രോഗസൗഖ്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് ഇന്ന് അത്ഭുതങ്ങളാൽ ദൈവം തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ വരും ദിവസങ്ങളിൽ അവരെ കൂട്ടിക്കൊണ്ട് വരിക. നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാനും ദൈവം നൽകിയ അവസരമാണ്. അത് നമ്മൾ മിസ്സാക്കരുത്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇന്ന് അവർ ക്രമീകരിച്ചിരിക്കുന്ന ആഹാരത്തെ എല്ലാം അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അത് ഭക്ഷിച്ച് ബലപ്പെടുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്ന അനുഗ്രഹിക്കുന്ന കർത്താവ് പറഞ്ഞല്ലോ. അപ്പം അവിടെ വന്ന ആ സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ നന്മ തുറക്കട്ടെ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ആ ബ്രദറിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഒരു വാക്ക് ഇങ്ങനെ പറയുകയാണ്. വരുന്ന ചില മാസങ്ങളിൽ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി പോവാം. വരുന്ന ചില മാസങ്ങൾ, അതായത് ഒരു കൗണ്ട് ഓൺ തുടങ്ങുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കാണുക. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധം പറയുകയാണ്. ദൈവം പറിച്ചു നടാൻ വേണ്ടി പോവാ. ദൈവം പറിച്ചു നടും. ഇന്ന് പലപ്പോഴും ഉള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേൾക്കുവാണ്, പ്രതീക്ഷയ്ക്ക് വിപരീതമായ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ല, ദൈവം മേൽത്തരമായിട്ട് തുറക്കാൻ വേണ്ടി പോവാ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായി വരട്ടെ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ബലം കൊടുക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പ്രിയരെ. നമുക്ക് പിന്നെയും കാണാം. ദൈവം അനുവദിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം. വന്നവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപയാൽ എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.